നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം കാത്തിരിക്കുകയാണ് രാജ്യം. ആര് വീഴും ആര് വാഴും എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസങ്ങൾ എണ്ണിക്കഴിയുന്നവർ നമുക്കിടയിൽ ഏറെയാണ്. ഇതിനോടകം തന്നെ പല പ്രവചനങ്ങളും സർവേകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് താനും. ഇന്ത്യ BJPക്കൊപ്പം നിൽക്കും, മോദി ഇന്ത്യ ഭരിക്കും, ഇങ്ങനെയുള്ള വാദങ്ങൾ പ്രവചനങ്ങൾ ഏറെയാണ്. മൂന്നാമതും അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റിമറിക്കുമെന്ന നരേന്ദ്രമോദിയുടെ പ്രതിജ്ഞയെ, ഉറപ്പിനെ ജനം സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നരേന്ദ്രമോദിക്കും അണികൾക്കും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും ആഹ്ലാദിക്കാൻ വകയുണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യം ഉയർത്തുന്നവർക്ക് ഉണ്ടാകുമെന്നാണ് ഒരു പക്ഷം മറുപടി പറയുന്നത്. പക്ഷേ സംശയങ്ങളെയൊക്കെ സാധൂകരിക്കുന്ന വിധം പല പ്രവചനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ BJPക്കൊപ്പം നിൽക്കും, മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് സർവേകളിൽ ഏറെയും പറയുന്നത്. മോദി പ്രഭാവത്തെ ലോകമെമ്പാടുമുള്ള ലോക നേതാക്കൾ വരെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മോദിക്കുള്ള ജനപ്രീതി വളരെയധികം വ്യക്തമാകുന്നുണ്ട്. മൂന്നാമതും അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റിമറിക്കും, രാജ്യത്തിന്റെ പുരോഗതി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് വെറുതെ പറയുന്നതല്ല. അതിന് കൃത്യമായ പ്ലാനുകളടക്കം പ്രചാരണത്തിൽ നരേന്ദ്രമോദി പങ്കുവച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിൽ കൂടുതൽ വികസനങ്ങളും ഇന്ത്യയിലെ അഴിമതി രാഷ്ട്രീയത്തെ തുടച്ചു നീക്കുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ വിജയം BJPക്കൊപ്പമാണെന്നും നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് ആഭ്യന്തരമന്ത്രി പ്രകടിപ്പിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളെ ദ്രോഹിക്കുന്നവരിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചുവെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം, ഇന്ത്യയുടെ സുരക്ഷിതത്വം മോദിയുടെ കൈകളിൽ ഭദ്രമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മോദി സുരക്ഷിതത്വം കൊണ്ടുവന്നു എന്നും ആ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും മോദിയുടെ കരങ്ങൾ എത്തി എന്നും അമിത്ഷാ എടുത്തു പറയുന്നുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ റാങ്കിംഗ് മെച്ചപ്പെടുത്താൻ മുൻകാല സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല എന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ 11ാം സ്ഥാനത്ത് നിന്ന് മോദിയുടെ ഭരണത്തിന് കീഴിൽ 5ലേക്ക് എത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദിയുടെ കൈകളിൽ ഇന്ത്യ സുരക്ഷിതമാണെന്നും ഇന്ത്യ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കടക്കുമെന്നുമാണ് അമിത്ഷാ പറയുന്നത്. അതിനിടെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് JP നദ്ദയും രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് വ്യാജ പ്രചരണങ്ങൾ ആയുധമാക്കി വോട്ട് പിടിക്കുന്നു എന്നതായിരുന്നു JP നദ്ദ പരോക്ഷമായി ഉന്നയിച്ച വിമർശനം. ഭിന്നിപ്പിച്ചു ഭരിക്കാനുള്ള പ്രയോജന നയമാണ് കോൺഗ്രസ് പുറത്തെടുക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. കോൺഗ്രസിന് ഹിഡൻ അജണ്ടയുണ്ട് എന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് JP നദ്ദ പറഞ്ഞത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നും അഴിമതി ഇല്ലാതാക്കുമെന്നുമാണ് JP നദ്ദ അടിവരയിട്ട് പറയുന്നത്. അഴിമതി വിരുദ്ധ ഇന്ത്യ എന്ന ഉറപ്പ് എടുത്തു പറയുന്നുണ്ട്. BJPയുടെ ഉറപ്പ് അതാണ്, അഴിമതിരഹിത ഇന്ത്യ. അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400-ലധികം സീറ്റുകൾ നേടി വിജയം കൈവരിക്കുമെന്നും ആ ഭയം കോൺഗ്രസിനുണ്ട് എന്നും JP നദ്ദ പറയുന്നുണ്ട്. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ബാങ്ക് സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് പറഞ്ഞത്. പക്ഷേ കേന്ദ്ര സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണെന്നാണ് മോദി പറഞ്ഞത്. അതുപോലെ തന്നെ പ്രീണന നയങ്ങളും കൊള്ളയടിക്കലുമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെന്നും പ്രധാനമന്ത്രി നഖശിഖാന്തം വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസിന് ജനങ്ങൾ അവസരം നൽകില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകിയ കരുതൽ അവർ മറക്കില്ല എന്നും പ്രധാനമന്ത്രി തറപ്പിച്ചു പറയുന്നുണ്ട്. കോൺഗ്രസിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞുവെന്നും അഴിമതി രാഷ്ട്രീയം ഇനി ഉണ്ടാകില്ല എന്നുമാണ് പ്രധാനമന്ത്രി അടിവരയിട്ട് പറഞ്ഞത്. എന്തായാലും എല്ലാ പാർട്ടികളും അവരുടെ പ്രതീക്ഷകൾ സൂക്ഷിക്കുന്നുണ്ട്. അവർ തന്നെ അധികാരത്തിലെത്തുമെന്നാണ് എല്ലാവരും പറയുന്നത്. കേന്ദ്ര സർക്കാരിനെ നിലനിർത്തുമെന്ന ഒരു വിഭാഗം പറയുന്നു, അങ്ങനെയല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. എന്തായാലും ഫലം വന്നതിന് ശേഷം മാത്രമാണ് അന്തിമ തീരുമാനമുണ്ടാവുക. അതിനായി നമുക്കും കാത്തിരിക്കാം.